ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറിൻ്റെ ആൻസിലറി പേപ്പറാണ്. അതിൻ്റെ ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്. സോറി കേട്ടോ, ഞാൻ എക്സാമിന് മുമ്പേ ഇത് തരണമെന്ന് വിചാരിച്ചതാണ്. സെക്കൻഡ് സെം ഇപ്പം കഴിഞ്ഞ ദിവസം എഴുതി തീർന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് സാധിച്ചില്ല ഒരു യൂണിറ്റ് തരാൻ. എന്നാലും ഇതിന്ന് അധികം അല്ലാതെ ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നോക്കുമ്പോൾ എന്നാലും എല്ലാവരും നന്ദി അറിയിച്ചതിനൊക്കെ താങ്ക്സ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നിങ്ങൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, മലയാളം പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഫസ്റ്റ് സെമ്മിൻ്റെയും എല്ലാ നോട്ടും ഉണ്ട്. ഇംഗ്ലീഷ് ഒഴികെയുള്ള സോഷ്യോളജീൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് അഞ്ചാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് റോൾ ഓഫ് എക്കണോമിക് സെക്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലകളുടെ പങ്ക് എന്താണെന്നാണ്. വിവിധ സാമ്പത്തിക മേഖലകളുടെ പങ്ക് എന്താണെന്നാണ്. അതിൽ റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ പങ്ക് എന്തെന്നാണ് ആദ്യത്തേത് വരുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. ഇന്നും 58% ജനങ്ങളുടെ ജീവിതോപാധി കൃഷിയാണ്. ഇന്ത്യൻ GDPയിലേക്ക് 16% കൃഷി സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. ഈ മേഖലയിൽ കൃഷി മാത്രമല്ല, കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, വനവൽക്കരണം, മത്സ്യബന്ധനം എന്നൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്നത്. കാർഷിക മേഖല പ്രാഥമിക മേഖല എന്നാണ് ശരിക്കത് അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സമ്പന്നമാക്കുന്നതിൽ കാർഷിക മേഖല മികച്ചു നിൽക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത്രയധികം കാർഷിക മേഖലയിൽ നിന്ന് പങ്കുണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് തൊഴിൽ ആണ്. തൊഴിൽ നൽകുന്നു എന്നുള്ളതാണ്. ഏകദേശം 54.6% തൊഴിലാളികൾ കൃഷിയിലും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലുമായിട്ടുള്ള തൊഴിലുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഭക്ഷ്യ സുരക്ഷിതത്വമാണ്. ഇത് ഇന്ത്യൻ ജനങ്ങൾക്ക് കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന് കയറ്റുമതിയാണ്. ഇന്ത്യൻ കയറ്റുമതിയിൽ 10% കാർഷികോൽപ്പന്നങ്ങളാണ്. ഇന്ത്യൻ കയറ്റുമതിയിൽ കാർഷികോൽപ്പന്നങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. പിന്നെ ഗ്രാമീണ വികസനമാണ്. കൃഷി ഗ്രാമീണ മേഖലയിലായതുകൊണ്ട് അവിടെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും. പിന്നെ അഞ്ചാമത്തെ ഒരു കാരണം വ്യവസായത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇതിൽ നിന്ന് ലഭ്യമാകുന്നുള്ളതാണ്. അതായത് വലിയൊരളവിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ സംഭാവന ചെയ്യുന്നത്. പിന്നെ GDPയിലേക്ക് സംഭാവന നൽകുന്നു. ഇന്ത്യൻ GDPയിലേക്ക് നമ്മൾ പറഞ്ഞു 16% ഏത് മേഖലയിൽ നിന്നാണ്? കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവനകൾ. ഇനി നമുക്കടുത്തത് റോൾ ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസായത്തിൻ്റെ പങ്ക് അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ ദ്വിതീയ മേഖലയുടെ പങ്ക് എന്താണെന്ന്. രാജ്യത്തിൻ്റെ GDPയിലേക്ക് 30% സംഭാവന നൽകിക്കൊണ്ട് വ്യാവസായിക മേഖലയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യവസായ മേഖല അനേകം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതുകൊണ്ട് ഈ മേഖലയിൽ നിർമ്മാണം, വ്യവസായം, മൈനിങ്, ക്വാറിയിങ് മുതലായവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാർഷിക മേഖലയിൽ പറഞ്ഞില്ലേ, അതേപോലെ വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ വെറും വ്യവസായം മാത്രമല്ല വരുന്നത്. അതിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും, എല്ലാ വ്യവസായങ്ങളും, മൈനിങ്ങും അതുപോലെ ക്വാറിയിങ്ങും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസായ മേഖലയുടെ പ്രാധാന്യത്തിനുള്ള കാരണങ്ങൾ, ഇപ്പോൾ നമ്മൾ കൃഷിയിൽ പറഞ്ഞ പോലെ വ്യവസായത്തിൽ എന്താണ് അതിനുള്ള കാരണങ്ങൾ? ഒന്നാമത്തത് ദേശീയ വരുമാനം വേഗത്തിൽ ഉയരുന്നു എന്നുള്ളതാണ്. കാർഷിക മേഖലയെ അപേക്ഷിച്ച് വ്യവസായ മേഖലയുടെ ഉൽപ്പാദന നിരക്ക് വളരെ കൂടുതലാണ്. 2023 സർവേ പ്രകാരം വ്യവസായ മേഖല GDPയിലേക്ക് 30%-ൽ കൂടുതൽ സംഭാവന, ഏകദേശം 31% വരെ സംഭാവന നൽകുന്നുണ്ടെന്നാണ് 2023 കണക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ തൊഴിൽ സൃഷ്ടിക്കലാണ്. 2023 സർവേ പ്രകാരം 12.1 കോടി ജനങ്ങൾക്ക് വ്യവസായ മേഖല തൊഴിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം അടിസ്ഥാന സൗകര്യ വികസനമാണ്. വ്യവസായത്തിലൂടെ റോഡ്, റെയിൽ, എയർപോർട്ട് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കും. ഇത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇടവരുത്തും. ഇനിയൊന്ന് അന്തർദേശീയ വ്യാപാരത്തിന് ഇത് പ്രാധാന്യം നൽകുന്നുള്ളതാണ്. വ്യവസായ രാജ്യങ്ങളായ ഇന്ത്യയെ വ്യവസായത്തിലൂടെ അന്തർദേശീയ വ്യാപാരത്തിന് പ്രോത്സാഹനം കൊടുക്കാൻ കഴിയും. മറ്റൊന്ന് അസംസ്കൃത വസ്തുക്കൾ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. കാർഷിക മേഖലയേക്കാൾ നന്നായി അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നത് വ്യവസായ മേഖലയാണ്. മറ്റൊന്ന് സമതുലിതമായ പ്രാദേശിക അവികസിതമായിട്ടൊക്കെ തോന്നുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് പഞ്ചവത്സര പദ്ധതികളിലൂടെ പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരുമ്പോൾ സമതുലിതമാക്കാൻ കഴിയും പ്രദേശങ്ങളെ. ഏഴാമത്തത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു എന്നതാണ്. ഭക്ഷണേതര വസ്തുക്കൾ വാങ്ങാൻ ആളുകൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയും.
ഇനി നമുക്ക് റോൾ ഓഫ് ദ സർവീസ് സെക്ടർ ഇൻ ഇന്ത്യൻ എക്കണോമി എന്നാണ്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സേവന മേഖലയുടെ അല്ലെങ്കിൽ ടെർഷ്യറി മേഖലയുടെ തൃതീയ മേഖലയുടെ പങ്ക് എന്താണെന്നാണ്. സ്വാതന്ത്ര്യാനന്തരം സേവന മേഖല ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിലേക്ക് മറ്റ് 2 മേഖലകളെക്കാൾ കൂടുതൽ ഓഹരി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സേവന മേഖലയാണ്. 2022 സേവന മേഖലയുടെ വളർച്ചാ നിരക്ക് 8.4%. ഇന്ത്യയിൽ സേവന മേഖലയുടെ പ്രാധാന്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ. ഒന്നാമത്തത് GDPയിലേക്കുള്ള വിഹിതമാണ്. ഷെയർ ഓഫ് GDP എന്ന് പറയും. GDPയിലേക്ക് പകുതിയും സംഭാവന കൊടുക്കുന്നത് ആരാണ്? സേവന മേഖലയാണ്. പിന്നെ തൊഴിൽ സൃഷ്ടിക്കലാണ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ലോകബാങ്കിൻ്റെ ഡാറ്റ അനുസരിച്ച് 2023 സേവന മേഖലയിൽ പ്രദാനം ചെയ്യുന്നത് 32.33% ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് വൈദഗ്ധ്യ ഹബ്ബാണ്. അതായത് വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ധാരാളം ആളുകളെ സേവന മേഖല പ്രദാനം ചെയ്യുന്നുണ്ട്. നാലാമത്തത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഗതാഗത, വാർത്താവിനിമയ, വിദ്യാഭ്യാസ, മെഡിക്കൽ തുടങ്ങിയ മേഖലകളിൽ ലോകത്തിന് തന്നെ വലിയൊരു വിഹിതമാണ് ഇന്ത്യൻ സേവന മേഖല പ്രദാനം ചെയ്യുന്നത്. ഇനി ഒന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI എന്നൊക്കെ പറയും. ഇന്ത്യയുടെ ടൂറിസം, വ്യോമ ഗതാഗതം, സാങ്കേതിക വിദ്യ, ടെലികമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ ഹോട്ടലുകൾ മുതലായവ വിദേശ രാജ്യങ്ങൾക്കൊരു വലിയ FDI ഹബ്ബായിട്ടാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. ആറാമത്തേത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. എക്സ്പോർട്ട് പ്രൊമോഷൻ. ഇന്ത്യയിലെ കയറ്റുമതി വളർച്ച 2022 രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം 27.7%. ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റ് നമുക്ക് സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങൾ കേട്ടോ. ഇപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന പ്രധാന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു GDP ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ പ്രാധാന്യം, അതിൽ നിന്നും GDPയിലേക്കും തൊഴിലിലേക്കുമുള്ള പങ്കും ചർച്ച ചെയ്യുക എന്നുള്ളത്. അതേപോലെ മറ്റ് 2 മേഖലകളെ അതേപോലെ തന്നെ ചോദിക്കും കേട്ടോ. അത് ഒന്നിച്ച് റോൾ ഓഫ് ദ സെക്ടേഴ്സ്, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യൻ എക്കണോമി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് 3 കൂടി ചേർത്തിട്ടൊരു എസ്സേയാണ് ഇതിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, താങ്ക്സ്.